ചോദ്യം നമ്പർ 105. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്ന് പ്രഖ്യാപിച്ച കവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാ ക്രമക്കണക്കേ ശരണം എന്ന് പ്രഖ്യാപിച്ച കവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ചോദ്യം നമ്പർ 106. ലീലാതിലകത്തിലെ അധ്യായങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരെന്ത്? ശില്പം. ലീലാതിലകത്തിലെ അധ്യായങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ശില്പം. ചോദ്യം നമ്പർ 107. ഡെത്ത് ഓഫ് ദി ഓതർ ആരുടെ കൃതിയാണ്? റൊളാങ് ബാർത്ത്. ഡെത്ത് ഓഫ് ദി ഓതർ റൊളാങ് ബാർത്തിൻ്റെ കൃതിയാണ്. ചോദ്യം നമ്പർ 108. യഥാർത്ഥത്തിൽ ഒരു അലങ്കാരമായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയപ്പെടുന്ന അലങ്കാരം ഏത്? സ്വഭാവോക്തി. യഥാർത്ഥത്തിൽ ഒരു അലങ്കാരമായി പരിഗണിക്കേണ്ടതില്ല എന്ന് പറയപ്പെടുന്ന അലങ്കാരം സ്വഭാവോക്തി. ചോദ്യം നമ്പർ 109. താഴെ പറയുന്നവയിൽ അർദ്ധസമവൃത്തത്തിന് ഉദാഹരണം ഏത്? വിയോഗിനി. വിയോഗിനി ഒരു അർദ്ധസമവൃത്തമാണ്. ചോദ്യം നമ്പർ 110. ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ ശാകുന്തള വിവർത്തനം. കേരള ശാകുന്തളം. ആറ്റൂർ കൃഷ്ണപിഷാരടിയുടെ ശാകുന്തള വിവർത്തനമാണ് കേരള ശാകുന്തളം. ചോദ്യം നമ്പർ 111. ദ്രാവിഡ മൂലഭാഷയ്ക്ക് ആറ്റൂർ നൽകിയ പേരെന്ത്? മുത്തമിഴ്. ദ്രാവിഡ മൂലഭാഷയ്ക്ക് ആറ്റൂർ നൽകിയ പേര് മുത്തമിഴ്. ചോദ്യം നമ്പർ 112. തളിർ എന്ന മാസിക ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. തളിർ എന്ന മാസിക കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്നതാണ്. ചോദ്യം നമ്പർ 113. ദി ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതി എഴുതിയത് ആര്? ബെറ്റി ഫ്രൈദാൻ. ദി ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതി എഴുതിയത് ബെറ്റി ഫ്രൈദാൻ. ചോദ്യം നമ്പർ 114. കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത് ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. കുട്ടികളുടെ നാടകവേദിയായ രംഗപ്രഭാത് ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം.